ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ബഹുമുഖമായ പ്രത്യേകതകളും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമത്രേ വയനാട്. കേരളത്തിന്റെ പരമ്പരാഗതമായ സാംസ്കാരിക ചരിത്രത്തിൽ തനതായ സംസ്കാര പാരമ്പര്യത്തിൽ ഉറച്ചുനിന്ന് അതിന്റേതായ സംഭാവനകൾ നൽകിയ പ്രകൃതി മനോഹാരിതയുടെ കേന്ദ്രമാണ് വയനാടൻ കുന്നുകൾ. പ്രാചീനവും പൗരാണികവുമായ വളർച്ചയെടുത്ത് പരിശോധിച്ചാൽ വിവിധ മഹാക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു വയനാട്. ഐതിഹ്യങ്ങൾ നിറഞ്ഞ ചരിത്രഭൂമിയാണ് വയനാട്. ആദി മഹാകാവ്യത്തിന്റെ ഹൃദയസ്പർശിയായ ഭാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളാൽ സമ്പന്നമായ ഒരിടം കൂടിയാണ് വയനാട്. സീതാപരിത്യാഗവും വാൽമീകി ആശ്രമവും ലവകുശന്മാരുടെ പിറവിയും രാമന്റെ യാഗാശ്വത്തെ ബന്ധിച്ചതടക്കം മിത്തുകളേറെ ഉറങ്ങുന്ന നിരവധി സ്ഥലങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. രാമായണ കഥയുമായി ബന്ധമുള്ള ഏറെ ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വയനാട്. വയനാടിന്റെ ഹൃദയസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്നത്തെ സുൽത്താൻ ബത്തേരി താലൂക്കിലും സമീപ പ്രദേശങ്ങളിലും രാമായണ കഥയുമായി അഭേദ്യമായി ബന്ധമുള്ള നിരവധി ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. സർവം സഹയാം ഭൂമിദേവി സാന്ത്വനമേഘനേ പുൽപ്പള്ളിയമ്മേ സർവം. ഇന്നത്തെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം രാമായണ കഥയുമായി ബന്ധമുള്ള വയനാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പ്രധാനമത്രേ. സഹസ്രസാഷ്ടാംഗ പ്രണാമം. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, നൂൽപ്പുഴ എന്നിവിടങ്ങളിലെ വന അന്തർഭാഗങ്ങളിലാണ് രാമായണ കഥയിലെ ഏറ്റവും ദുഃഖഭരിതവും ഹൃദയസ്പർശിയുമായ രംഗങ്ങൾ അരങ്ങേറിയതെന്ന ഐതിഹ്യം ഇവിടങ്ങളിലെ ജനജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും അന്തസ്രോതസ്സത്രേ. വയനാട് ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പുൽപ്പള്ളി. കൽപ്പറ്റ മാനന്തവാടി റോഡിൽ പനമരത്ത് നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ച് പാക്കംകോട്ടയും കുറുവദ്വീപും കടന്നാൽ പുൽപ്പള്ളിയായി. കോഴിക്കോട്ട് മൈസൂർ നാഷണൽ ഹൈവേയിലെ മീനങ്ങാടിയിൽ നിന്നും 17 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്നും 24 കിലോമീറ്ററും യാത്ര ചെയ്താൽ പുൽപ്പള്ളിയിൽ എത്താവുന്നതാണ്. പുൽപ്പള്ളി നഗരത്തോട് തൊട്ടുചേർന്നാണ് സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാലക്ഷ്മിയുടെ മായാവതാരമായ സീതാദേവിയെ ചേടാറ്റിലമ്മ എന്ന സങ്കല്പത്തിലും മക്കളായ ലവകുശന്മാരെ മുനികുമാരന്മാർ എന്നർത്ഥം വരുന്ന ഗുരുക്കന്മാർ എന്ന സങ്കല്പത്തിലും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുൽപ്പള്ളിയിലുള്ള ശ്രീ സീതാ ലവകുശ ക്ഷേത്രം. സീതാദേവി തൻ ചരണഭുജങ്ങളിൽ സഹസ്രസാഷ്ടാംഗ പ്രണാമം. മിഥില രാജാവായ ജനകന്റെ പുത്രിയും ശ്രീരാമന്റെ പത്നിയുമായ സീത കൃതയുഗത്തിൽ വേദവതിയായിരുന്നു. വിദേഹ രാജാവിന് യാഗഭൂമി ഉഴുതപ്പോൾ കിട്ടിയതിനാൽ സീതയെന്നും അയോനിജയെന്നും ഭൂമിപുത്രിയെന്നും പേരുകളുണ്ടായി. ശ്രീരാമൻ ശൈവചാപം ഭഞ്ജനം ചെയ്താണ് സീതയെ വിവാഹം ചെയ്തത്. പിതാവിന്റെ സത്യത്തെ പാലിക്കുന്നതിനായി ശ്രീരാമൻ വനത്തിലേക്ക് പോയപ്പോൾ സീതയും ഒപ്പം അനുഗമിച്ചിരുന്നു. അവിടെ നിന്നും ലങ്കാധിപനായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ അശോകോദ്യാനത്തിൽ പാർപ്പിച്ചു. പാതിവൃത്യവും ഭർതൃഭക്തിയും സീതയുടെ പ്രത്യേക ഗുണങ്ങളായിരുന്നു. രാവണവധാനന്തരം അഗ്നിപ്രവേശം ചെയ്ത് സീത തന്റെ പരിശുദ്ധി വെളിപ്പെടുത്തി. എങ്കിലും അയോധ്യയിലെത്തി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ജന അപവാദത്തിലാക്കാക്കി ഗർഭിണിയായ സീതയെ ശ്രീരാമൻ കാട്ടിലുപേക്ഷിച്ചു. കാട്ടിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ വച്ച് സീത ലവനെന്നും കുശനെന്നും പേരായ 2 കുട്ടികൾക്ക് ജന്മം നൽകുകയുണ്ടായി. പ്രായം ചെന്നപ്പോൾ അവരെ തന്റെ പുത്രന്മാരെന്നറിഞ്ഞ് ശ്രീരാമൻ സ്വീകരിച്ചു. സീതയെ വീണ്ടും സ്വീകരിക്കാമെന്ന് ശ്രീരാമൻ വിചാരിച്ചുവെങ്കിലും ശ്രീരാമന്റെ മുൻപിൽ വച്ച് അവൾ ഭൂമി പിളർന്ന് മറഞ്ഞു കളഞ്ഞു.
ദേഹി നിന്റെ ശ്രീപാദ പത്മങ്ങൾ കുമ്പിടുന്നേ. പുൽപ്പള്ളിക്ക് ലോകാപവാദം ഭയന്ന് ശ്രീരാമൻ ഗർഭിണിയായ തന്റെ പത്നി സീതാദേവിയെ കാട്ടിലുപേക്ഷിച്ചപ്പോൾ സീതാദേവി പുൽപ്പള്ളിയിൽ എത്തിച്ചേർന്നുവെന്നും വാൽമീകി മഹർഷി ദേവിക്ക് അഭയം നൽകിയെന്നുമാണ് പുരാണം. ദേവി തൻ ചരണാംബുജങ്ങളിൽ സഹസ്രസാഷ്ടാംഗ പ്രണാമം. സീതാദേവി തൻ ചരണാംബുജ. രാമായണത്തിലെ സീതയുടെ പേരിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. അയോധ്യയിൽ നിന്നും വനവാസത്തിന് പുറപ്പെട്ട സീതാദേവി വയനാട്ടിലാണ് എത്തിയതെന്ന ഒരു വിശ്വാസത്തിന്റെ സ്മാരകമാണ് 3 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് വിശ്വസിച്ചു വരുന്ന ഈ ക്ഷേത്രത്തിന്. വനമേഘണേ പുൽപ്പള്ളിയമ്മേ സർവം സഹയാം ഭൂമിദേവി. പഴശ്ശിരാജാവിന്റെ കാലത്താണ് പുൽപ്പള്ളി നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സീതാദേവി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ നട്ടുച്ചയ്ക്ക് ഇരുട്ട് സൃഷ്ടിച്ചുകൊണ്ട് ദേവി അവരെ ദിഗ്ഭ്രമത്തിലാക്കിയെന്നും അവർ തിരിഞ്ഞോടി എന്നുമാണ് വിശ്വാസം. ഒരു കാലത്ത് പഴശ്ശിത്തമ്പുരാന്റെ ആധിപത്യത്തിലായിരുന്ന ദേവസ്വത്തിന്റെ ഭരണം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തന്റെ യുദ്ധത്തിന് കൂട്ടുനിന്ന വയനാട്ടിലെ നായർ തറവാടുകളിൽ പ്രസിദ്ധമായ കുപ്പത്തോട് നായർ തറവാടിന് അദ്ദേഹം കൈമാറ്റം ചെയ്തു. പനമരത്തുള്ള കുപ്പത്തോട് തറവാടിന്റെ ആസ്ഥാനമായ നെല്ലാറാട്ടിടത്തിൽ നിന്നും മൂപ്പിൽ നായർ ഈ ദേവസ്വത്തിന്റെ ഭരണം കുപ്പത്തോട് ഗോവിന്ദൻ എന്ന മൂപ്പിൽ നായരുടെ കാലം വരെ അനുബന്ധ ദേവസ്വമായ പുറക്കാടി ദേവസ്വത്തോടൊപ്പം നടത്തിപ്പോന്നു. മുൻകാലങ്ങളിൽ ഭരണ ചുമതല ഇളമയിൽ നായർക്കായിരുന്നു. ഇപ്പോൾ ട്രസ്റ്റി ഫിറ്റ് പേഴ്സണാണ് ഔദ്യോഗികമായി ഭരണ ചുമതല വഹിക്കുന്നത്. ഒരു കാലത്ത് വേടരാജാക്കന്മാരുടെ കൈവശമായിരുന്ന ക്ഷേത്രം BC 200-300 കാലഘട്ടങ്ങളിൽ ഇവിടെ നിലനിന്നിരുന്നു എന്ന് തെളിവുള്ള ശിലാലിഖിതങ്ങൾ അമ്പലവയൽ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് വേടരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുമായി ഒളി യുദ്ധം നടത്തുന്നതിന് വേണ്ടി പഴശ്ശിത്തമ്പുരാൻ പുൽപ്പള്ളിയിൽ ഒളിവിൽ താമസിച്ചപ്പോൾ ആണ് ഇപ്പോഴത്തെ സീതാദേവി ക്ഷേത്രവും ലവകുശ ക്ഷേത്രവും പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുൽപ്പള്ളി അമരുന്ന പുണ്യവതി നിന്റെ പൂഞ്ചേലയാണി. പുൽപ്പള്ളി എന്ന പ്രദേശത്തിന് ആ നാമം ലഭിച്ചതിനെക്കുറിച്ച് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. സീതാദേവി ലവകുശന്മാരെ പ്രസവിച്ചത് ദർഭപുൽ മെത്തയിലാണെന്നും അങ്ങനെ പുല്ലിൽ പള്ളി കൊണ്ടതിനാൽ ഈ സ്ഥലത്തിന് പുൽപ്പള്ളി എന്ന പേര് സിദ്ധിച്ചുവെന്നുമാണ് വിശ്വാസം. മഹിമകൾ ധന്യഭൂമി സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ. ആദികവിയുടെ കാലം മുതൽ പഴശ്ശിത്തമ്പുരാന്റെ കാലം വരെയുള്ള ചരിത്ര പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും 14,000 ഏക്കറോളം വരുന്ന നിബിഡമായ വനഭൂമിയുടെ കയ്യേറ്റവും കുടിയേറ്റവും മൂലം അന്യമായ സാമൂഹ്യ പശ്ചാത്തലവും ഇന്നത്തെ പുൽപ്പള്ളിക്കുണ്ട്. കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ഇവിടെ സീതാദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്നത്. നിത്യേന 3 പൂജയാണിവിടെ. ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ചാത്തനാട് ഇല്ലക്കാരാണ്. ശ്രീലകവാതിലിൽ എത്തുന്ന ലക്ഷങ്ങൾ സന്താന സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന അപ്പവും നെയ്പായസവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ചേടാറ്റിൻകാവ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം. അശ്വമേധയാഗത്തിനിറങ്ങിയ ശ്രീരാമൻ ദിഗ്വിജയത്തിനായി അയച്ച യാഗാശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി. യാഗാശ്വത്തെ സ്വതന്ത്രനാക്കാനെത്തിയ ശ്രീരാമനും പരിവാരങ്ങളും ദേവിയെയും മക്കളെയും കണ്ട് സന്തുഷ്ടരായി അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ സീതാദേവി സർവസ്വവും ഉപേക്ഷിച്ച് സ്വമാതാവായ ഭൂമിദേവിയിൽ വിലയം പ്രാപിച്ചുവെന്നും ശ്രീരാമൻ ദേവിയുടെ മുടിയിൽ പിടിച്ചപ്പോൾ മുടി അറ്റുപോയെന്നുമാണ് പുരാണം. അങ്ങനെ മുടി അറ്റുപോയ അമ്മയുടെ സങ്കല്പത്തിൽ സീതാദേവിയെ ചേടാറ്റിലമ്മയായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുടിയറ്റ അമ്മ കാലാന്തരത്തിൽ മൊഴിമാറി ചേടാറ്റിലമ്മയായി തീർന്നു. സഹസ്രസാഷ്ടാംഗ പ്രണാമം സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ
സഹസ്രസാഷ്ടാംഗ ചേടാറ്റിൽ അമ്മയോടൊപ്പം വൈഷ്ണവി സങ്കല്പത്തിലുള്ള സപ്തമാതൃക്കളുടെയും മക്കളായ ലവകുശന്മാരുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തെ പരിപാവനമാക്കുന്നു. ലവകുശന്മാർക്ക് മുനികുമാരന്മാർ അഥവാ മുരിക്കന്മാർ എന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത്. പുൽപ്പള്ളി അമ്മേ സർവം സഹയാം ഭൂമിദേവി. പുൽപ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഇവിടെ തൊഴുതാൽ മാത്രമേ പുൽപ്പള്ളി ക്ഷേത്ര ദർശനം പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് വിശ്വാസം. സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ സഹസ്രസാഷ്ടാംഗ പ്രണാമം. സീതാദേവിയുടെ മക്കളായ ലവകുശന്മാരുടെ കൗമാര കേളികൾക്കും വയനാട് പശ്ചാത്തലമായിട്ടുണ്ട്. പുൽപ്പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ശശിമലയ്ക്ക് പണ്ട് ശിശുമല എന്നായിരുന്നു അത്രേ പേര്. ശിശുക്കൾ, അതായത് മുനികുമാരന്മാർ കളിച്ചു നടന്ന കുന്നാണ് പിന്നീട് ശശിമലയായി അറിയപ്പെട്ടു തുടങ്ങിയത്. ശശിമലയുടെ പല ഭാഗങ്ങളിലും ഇന്നും ലവകുശന്മാരുടെ ചൈതന്യം തുളുമ്പുന്ന കല്ലുകളും വൃക്ഷങ്ങളും ഉള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. സർവം സഹയാം ഭൂമിദേവി. സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ സഹസ്രസാഷ്ടാംഗ പ്രണാമം. ശിശുമലക്കാവിന്റെ അടിവാരത്ത് കാണുന്ന ഈ ക്ഷേത്രമത്രേ ശിശുമല സീതാലവകുശ ക്ഷേത്രം. ദിവസപൂജ നടത്താറുള്ള ഈ ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായ ഉത്സവവും സംഘടിപ്പിച്ചു വരുന്നു. വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളുമായി പ്രദക്ഷിണം ഇടവേളയ്ക്ക് ശേഷം. ഈ ആശ്രമമാണ് വാൽമീകി ആശ്രമം എന്നറിയപ്പെടുന്നത്. ലോക അപവാദം ഭയന്ന് ശ്രീരാമൻ ഗർഭിണിയായ തന്റെ പത്നി സീതാദേവിയെ കാട്ടിലുപേക്ഷിച്ചു. വാൽമീകി മഹർഷി സീതാദേവിക്ക് അഭയം നൽകി. ഈ ആശ്രമത്തിൽ വച്ച് ദേവി തന്റെ പുത്രന്മാർക്ക് ജന്മം നൽകുകയുണ്ടായി. വാൽമീകി മഹർഷിയുടെ ഈ ആശ്രമത്തിൽ വച്ചാണ് മഹർഷിയുടെ ശിക്ഷണത്തിൽ ലവനും കുശനും വിദ്യകളെല്ലാം അഭ്യസിച്ചതെന്നാണ് വിശ്വാസം. ആദികവിയായ വാൽമീകി ഈ ആശ്രമത്തിലിരുന്നാണ് രാമായണം രചിച്ചതെന്നാണ് പഴമ. മഹിമകൾ പൂന്തേൻ ചുരത്തുന്ന ധന്യഭൂമി. സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ സഹസ്രസാഷ്ടാംഗ പ്രണാമം. എല്ലാ വർഷവും വിഷു കഴിഞ്ഞ് 7-ാം ദിനം ദർഭ കൊണ്ട് ഈ ആശ്രമം പുതുക്കുകയും ഇവിടെ പ്രത്യേക പൂജകൾ നടത്തിവരികയും ചെയ്യുന്നു. വാൽമീകി ആശ്രമത്തിന്റെ മുറ്റത്ത് കാണുന്ന ഈ മന്ദാര വൃക്ഷത്തിൽ ദിവസവും 2 പൂക്കളെങ്കിലും വിരിയുന്നത് ദേവിയുടെ 2 മക്കളെ അനുസ്മരിച്ചുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീലകവാതിലിൽ എത്തുന്ന ലക്ഷങ്ങൾ ശ്രീരാമ. വാൽമീകി ആശ്രമത്തിന് കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാറയാണ് മുനിപ്പാറ. ഈ പാറയിലിരുന്നാണ് വാൽമീകി മഹർഷി തപസ് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീലകവാതിലിൽ എത്തുന്ന ലക്ഷങ്ങൾ ശ്രീരാമ പത്നിയെ തൊഴുതു നിൽപ്പൂ. ശ്രിതജനപാലകേ വൈദേഹി നിന്റെ ശ്രീപാദ പത്മങ്ങൾ. പ്രധാന ദേവതയായ സീതാദേവിക്ക് പുറമെ പുൽപ്പള്ളി ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ലവൻ, കുശൻ, തലച്ചില്വൻ, അയ്യപ്പൻ, വേട്ടക്കരൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗം എന്നിവരും കുടികൊള്ളുന്നുണ്ട്. ലവനും കുശനും ഒരേ ശ്രീകോവിലിലാണ് കുടികൊള്ളുന്നത്. ലവകുശന്മാരുടെ ശ്രീകോവിലിന് അഭിമുഖമായി തലച്ചില്വനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സീതാദേവി തൻ ചരണാംബുജങ്ങളിൽ
വർഷം തോറും ജനുവരി 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം കൊണ്ടാടപ്പെടുന്നത്. അവകാശിയായ എരിയപ്പള്ളി ചെട്ടി വാഴക്കുല വെട്ടുന്നതോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് സമാരംഭം കുറിക്കുന്നത്. സീതാ ലവകുശന്മാരെയും എരിയപ്പള്ളി ചെട്ടിമാരെയും ബന്ധപ്പെടുത്തി ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. ഒരിക്കൽ എരിയപ്പള്ളി ചെട്ടിമാരിൽ ഒരാൾ മുളവെട്ടാനായി കാട്ടിലേക്ക് പോയി. വനമധ്യത്തിലെത്തിയപ്പോൾ അവിടെ 2 ബാലന്മാർ നിൽക്കുന്നത് കാണാനിടയായി. ദിവ്യ തേജസ്സുള്ള ബാലന്മാർ ചെട്ടിയോട് ഇപ്രകാരം പറഞ്ഞു: മുള കൊണ്ടുപോയിക്കോളൂ, എന്നാൽ അമ്മയുമൊത്ത് ഞങ്ങൾ വരുമ്പോൾ മതിയാവോളം പാലും പഴവും തരണം. ഇത് കേട്ട ചെട്ടിയാകട്ടെ അതിന് തന്റെ വീട്ടിൽ പശുക്കളില്ല എന്ന് മറുപടി നൽകി. ഉടൻ ഈ മുള കൊണ്ടുപോയി ആവശ്യമുള്ള അത്ര വലിപ്പത്തിൽ തൊഴുത്ത് കെട്ടിയാൽ എല്ലാം ശരിയാകുമെന്ന് ബാലന്മാർ പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയ ചെട്ടി മുളകൾ കൊണ്ട് വലിയൊരു തൊഴുത്തുണ്ടാക്കി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തൊഴുത്ത് നിറയെ ഗോമാതാക്കളെയാണ് ചെട്ടി കണ്ടത്. പിന്നീട് കാട്ടിൽ വച്ച് കുട്ടികൾ പറഞ്ഞതുപോലെ മാതാവിനൊപ്പം അവർ എത്തുകയും അവരെ ചെട്ടി ഭക്തിയാദരപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അവർ മടങ്ങിപ്പോയ ശേഷം ചെട്ടി അവർ മൂവരും ഇരുന്ന സ്ഥലത്ത് ഓരോ മണ്ഡപം തീർത്ത് നിത്യ ആരാധന തുടങ്ങി. അതിഥികളായി സീതയും ലവകുശന്മാരും വന്നതിന്റെ ഓർമ്മയ്ക്കായി ഇവിടുത്തുകാർ ഇന്നും വർഷത്തിലൊരിക്കൽ കോള് കൊടുക്കൽ എന്ന ഒരു ചടങ്ങ് നടത്തിവരുന്നു. തിരുവുത്സവത്തെ കൂടാതെ മണ്ഡലകാലത്തെ വിശേഷാൽ പൂജ, മകരമാസത്തിലെ രേവതി നാളിലെ പ്രതിഷ്ഠാദിനം എന്നിവയും ഇവിടുത്തെ പ്രധാന വിശേഷ അവസരങ്ങളാണ്. കൂടാതെ എല്ലാ വർഷവും രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ കഥയുമായി ബന്ധപ്പെട്ടു വരുന്ന പുണ്യപ്രദേശങ്ങളിലെല്ലാം സന്ദർശനം നടത്തുന്ന രാമായണ മഹാപരിക്രമണവും സംഘടിപ്പിച്ചു വരുന്നു. തന്നെ വന്നുകണ്ട് ദർശനം നടത്തി സായുജ്യമടയുന്ന ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി പരിലസിക്കുകയാണ് പുൽപ്പള്ളിയിൽ സീതാദേവി. പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, പ്രദക്ഷിണം, അമൃത TV, വഴുതക്കാട്, തിരുവനന്തപുരം. ഇമെയിൽ: പ്രദക്ഷിണം@amritatv.com.